എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇന്നൊരു റെഡ് ലേഡി പപ്പായ കിട്ടിയിട്ടുണ്ട്. ഞാനത് വെച്ച് ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കുവാണ്. നിങ്ങൾ എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി എൻ്റെതായ രീതിയിൽ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കുവാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. പപ്പായ നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജ്യൂസിന് ആവശ്യമായ പപ്പായ ഇവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തണുത്ത പാല്, മധുരത്തിനായി ഞാൻ ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയോ തേനോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാനൊരു ഏലക്ക കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു. ഏലക്ക തൊണ്ട് കളഞ്ഞ് അതിന്റെ അരി മാത്രമാണ് ചേർക്കുന്നത്. ഈ ജ്യൂസിന് ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി ചെറുനാരങ്ങ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നാരങ്ങ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിവാക്കിക്കൊണ്ട് നാരങ്ങ ചേർക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല അടിപൊളി പപ്പായ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇടുക.